നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25 വ്യാഴാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റ് തന്നെയാണ് ഇന്നലെ കനത്ത സെൽ ഓഫിലേക്ക് പോയത്. നാസ്ഡാക്ക് 3.5% ഇടിഞ്ഞു. S&P 500 2.31% ഇടിഞ്ഞു. ടെസ്ലയാണ് ഇന്നലെ സ്റ്റോക്കുകളിൽ വലിയ നഷ്ടമുണ്ടാക്കിയത്. 12.3% റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞത്. ഇന്നലെ വലിയ നഷ്ടം നേരിട്ട സെക്ടർ IT സെക്ടർ തന്നെയായിരുന്നു. US 4% IT സെക്ടർ ഇടിഞ്ഞത്. 2.5% യൂറോപ്യൻ മാർക്കറ്റിലും ഇടിയുകയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റുകളിൽ കനത്ത ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. 160 മുതൽ 170 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% മുകളിൽ ഇപ്പോൾ ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഏർണിംഗ്സിന് ശേഷം ആക്സിസ് ബാങ്ക് ഇന്നലെ ADRൽ 4.5% ഇടിയുകയുണ്ടായി. മാത്രമല്ല RBL ബാങ്കിൽ ഒരു ബൾക്ക് ഡീലുണ്ട്. അതുകൊണ്ട് RBL ബാങ്ക് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയിൽ ആദ്യത്തേത് സെബിയുടെ ഒരു റിപ്പോർട്ടാണ്. ഇൻട്രാഡേ ട്രേഡിംഗിൽ ഏർപ്പെടുന്ന വ്യക്തിഗത നിക്ഷേപകരിൽ 70% പേരും 2023 സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിലായിരുന്നു എന്നൊരു കണക്ക് പുറത്തുവരുന്നു. 90% സജീവമായ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ നിക്ഷേപകർ, അതായത് വർഷത്തിൽ 5 തവണയിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്നവർ 2021-22 സാമ്പത്തിക വർഷത്തിൽ ശരാശരി 60,000 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്നും പറയുന്നു. ഇതുകൂടാതെ ഏകദേശം 7 ലക്ഷം നിക്ഷേപകർ ഇക്വിറ്റി ക്യാഷ് സെഗ്മെന്റിൽ ഉൾപ്പെടുന്നു. ക്യാഷ് സെഗ്മെന്റിന്റെ ശരാശരി പ്രതിദിന ട്രേഡിംഗ് വിറ്റുവരവ് 1.5 ട്രില്യൺ രൂപയാണ്. ഏകദേശം 1/3 ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ശരാശരി വ്യാപാര വലുപ്പത്തിൽ 2019 നിന്ന് 23 എത്തുമ്പോൾ ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്ന് കാണാം. 30 വയസ്സിന് താഴെയുള്ള വ്യാപാരികളുടെ വിഹിതം 2019 സാമ്പത്തിക വർഷത്തിൽ 18% എന്നാൽ 2023 സാമ്പത്തിക വർഷത്തിൽ അത് 48% വർദ്ധിച്ചു. 76% യുവ വ്യാപാരികൾക്കും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള ശരാശരിയേക്കാൾ കൂടുതലാണിത് എന്നും കാണാം. 80% ഫ്രീക്വന്റ് ട്രേഡേഴ്സും, അതായത് 500 ട്രേഡുകൾ വർഷത്തിൽ ചെയ്യുന്ന ആളുകളും നഷ്ടം തന്നെയാണ് വരുത്തിവെക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ട്രേഡേഴ്സിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. എല്ലാ വർഷവും ഒരുപാട് പണമാണ് ട്രേഡേഴ്സ് നഷ്ടപ്പെടുത്തുന്നത്. കൃത്യമായി തന്നെ പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അടുത്തതായി ഇന്നലെ പുറത്തു വന്ന Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ലാർസൻ ആൻഡ് ടുബ്രോ നെറ്റ് പ്രോഫിറ്റിൽ 11.7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 2785.7 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും വർധനമുണ്ടായിട്ടുണ്ട്. 15.1% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 55,119.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു ലാർസൻ ആൻഡ് ടുബ്രോയിൽ നിന്ന് വന്നത്. അടുത്തത് ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 4.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. 6034.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.5% വർധനവ് രേഖപ്പെടുത്തി. 13,448.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഗ്രോസ് NPAയിൽ 1.54% വർധനമുണ്ടായിരിക്കുന്നു. റിസൾട്ടുകൾക്ക് ശേഷം ആക്സിസ് ബാങ്ക് ADR ഏകദേശം 4% മുകളിൽ ഇടിയുകയുണ്ടായി. അടുത്തത് കർണാടക ബാങ്കാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 8% വർധനവാണ് വന്നിരിക്കുന്നത്. 400.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10.88% വർധനവും ഗ്രോസ് NPAയിൽ 3.54% വർധനവുമാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.9% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. റവന്യൂവിൽ 2.1% ഇടിവാണ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. അടുത്തത് ആദിത്യ ബിർള സൺ ലൈഫ് AMC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 27.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 24.3% വർധനവും രേഖപ്പെടുത്തി. അടുത്തതായി JK പേപ്പർ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 54.7% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 8.2% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്, IEX. നെറ്റ് പ്രോഫിറ്റിൽ 27.2% വർധനവ് രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 96.4 കോടി രൂപയിലാണ്. റവന്യൂവിലും വർധനമുണ്ടായിട്ടുണ്ട്. 18.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം RBL ബാങ്ക്. പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ഈക്വിറ്റി ജൂലൈ 25-ന് RBL ബാങ്കിന്റെ 7.9% ഓഹരികൾ 1080 കോടി രൂപയ്ക്ക് വിൽക്കാൻ പദ്ധതിയിടുന്നു. 4.78 കോടി ഓഹരികൾ 226 രൂപയ്ക്ക് വിൽക്കും എന്നാണ് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നത്. 191.53 കോടി രൂപയുടെ പദ്ധതിക്കായി SCR-HQ ഇലക്ട്രിക്കൽ സദേൺ ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് കമ്പനിക്ക് ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ലഭിച്ചിരിക്കുന്നു.
ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടെക് മഹീന്ദ്ര, നെസ്ലെ ഇന്ത്യ, കാനറ ബാങ്ക്, അശോക് ലൈലാൻഡ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ആവാസ് ഫിനാൻഷ്യൽസ്, അദാനി ഗ്രീൻ സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ എനർജി, ചാലറ്റ് ഹോട്ടൽസ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, സിയൻറ്റ്, DLF, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസ്, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ്, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി, ജൂപ്പിറ്റർ വാഗൺസ്, ജ്യോതി ലാബ്സ്, ലോറസ് ലാബ്സ്, മഹാനഗർ ഗ്യാസ്, മഹീന്ദ്ര ഹോളിഡേയ്സ്, മോത്തിലാൽ ഓഷ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസിസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, പ്രാജ് ഇൻഡസ്ട്രീസ്, യുണൈറ്റഡ് ബിവറീസ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ 2 സ്റ്റോക്കുകളേ ഉള്ളൂ, ഐഡിയ, ഇന്ത്യ സിമൻസ് എന്നിവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഹൈലൈറ്റ് ആയ സെഷനായ യൂട്യൂബ് ലൈവ് ഉള്ളത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ ആയിരിക്കും യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. ബഡ്ജറ്റിന്റെ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ വലിയ വൊളറ്റാലിറ്റി തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് ഒരു മെൻറ്ററോട് സംശയങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൈവ് മിസ്സാക്കാതിരിക്കുക. പിന്നെ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഔട്ട് പെർഫോം ചെയ്തു. ഫിനാൻഷ്യൽസ് ആണ് ഇന്നലെ ഡ്രാഗ് ചെയ്തത്. സ്റ്റോക്കുകളിൽ ITC റെക്കോർഡ് ഹൈയിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ 7% ഉയർന്നു. ആക്സിസ് ബാങ്ക് 2% ഇടിവ് നേരിട്ടു. ബജാജ് ഫിനാൻസ് 3% ഇടിഞ്ഞു. HUL ഏർണിംഗ്സിന് ശേഷം ഒരു ഇടിവിലേക്ക് പോയി. നിഫ്റ്റിയിലേക്ക് 24,413 65 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഒരു ഗ്യാപ് ഡൗണിൽ ആരംഭിച്ച് ഉച്ചയോടുകൂടി ഒരു ഇടിവിലേക്ക് പോയെങ്കിലും പിന്നീട് സെഷൻ അവസാനിക്കുന്നതോടുകൂടി ഒരു റിക്കവറി നടക്കുകയും ചെയ്തു. 10-day EMA ഉള്ള 24,460 ഇതോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡൗൺ സൈഡിൽ 20 EMA ഉള്ളത് 24,270 ആണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഈ ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കാം. അപ്പർ ലോവർ വിക്കോട് കൂടി ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഹൈ വേവ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിക്ക് ആ ഒരു ബുള്ളിഷ്നെസ് ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കൂടാതെ 24,580 എന്ന ഇന്നലത്തെ ബഡ്ജറ്റ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഡൗൺ സൈഡിൽ ആദ്യത്തെ സപ്പോർട്ടായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 20 EMA ഉള്ള സോൺ തന്നെയാണ്. കൂടാതെ അതായത് ബഡ്ജറ്റ് ഡേയുടെ ലോ ആയ 24,075 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയാണ്. ഏതായാലും ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി ഇപ്പോൾ വീക്കാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകൾ നിഫ്റ്റിയുടെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുവഴി സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം 25,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 24,800 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് ഉള്ളത് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000 ഇനി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് മനസ്സിലാക്കാൻ നമുക്ക് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൂടിയൊന്ന് വിലയിരുത്താം. അതുവഴി കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 24,400 സ്ട്രൈക്കിൽ 36% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 107% ശക്തമായ ബിൽഡപ്പാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 24,350 84% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. 46% മാത്രം വർധനമാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 24,450 സ്ട്രൈക്കിൽ 1% ഇടിവാണ് പുട്ട് സൈഡിലുള്ളത്. എന്നാൽ 66% ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിയെ ഇപ്പോൾ വലിയ രീതിയിൽ ഡ്രാഗ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇന്നലെ വലിയ ഒരു ഇടിവിലേക്ക് ബാങ്ക് നിഫ്റ്റി പോയിരുന്നു. 51,317 461 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ലോ ആയ 50,784 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇന്നലെ 50,784 എന്ന ലോ ടച്ച് ചെയ്തെങ്കിലും 50-day EMAയ്ക്ക് മുകളിലായിട്ട്, അതായത് 50,942 മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. 50-day EMA ഹോൾഡ് ചെയ്യാൻ സാധിച്ചെങ്കിലും 21-day EMAയ്ക്ക് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്.
ആദ്യം കോൾ സൈഡിൽ 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000-ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 11.76-ൽ 7.73% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഉള്ളത്. അതായത് ഏപ്രിൽ 26-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ക്ലോസിംഗ് ലെവലാണ് ഇത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് FIAസിന്റെ സെല്ലിംഗ് തന്നെയാണ്. ഇന്നലെ FIA സെല്ല് ചെയ്തത് 5,130 കോടി രൂപയ്ക്കായിരുന്നു. DIS ബൈ ചെയ്തത് 3,137 കോടി രൂപയ്ക്കും. അതിന് തൊട്ട് മുൻപത്തെ ദിവസം ജൂലൈ 23-ന് 2,975 കോടി രൂപയ്ക്കാണ് FIA സെല്ല് ചെയ്തത് എന്നുകൂടി ഓർക്കുക. US മാർക്കറ്റിലേക്ക് ആൽഫബറ്റിനും ടെസ്ലയിൽ നിന്നുമുള്ള നിരാശാജനകമായ വരുമാനം കാരണം US-ലെ 3 മാർക്കറ്റുകളും കനത്ത ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 654 പോയിന്റ്സാണ് ഇടിഞ്ഞത്. അതായത് 3.5% മുകളിൽ ഉള്ള വലിയൊരു ഫോളാണ് ഇന്നലെ നാസ്ഡാക്കിൽ കണ്ടത്. S&P 500ഉം വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞു, 2.31%. ഡൗ ജോൺസ് 1.25%-മാണ് ഇടിഞ്ഞത്. ഇന്നലെ സ്റ്റോക്കുകളിൽ വലിയ ഇടിവ് നേരിട്ടത് ടെസ്ല തന്നെയായിരുന്നു. 12.3%-ആണ് ഇടിഞ്ഞത്. സെപ്റ്റംബർ 2020-ന് ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് ഫോൾ തന്നെയായിരുന്നു സ്റ്റോക്കിൽ കണ്ടത്. ഇലക്ട്രോണിക് വാഹന നിർമ്മാതാവ് 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് മാർജിൻ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഈ ഇടിവിന് കാരണമായത്. ഗൂഗിൾ പാരന്റ് ആൽഫബറ്റ് 5%-ആണ് ഇന്നലെ ഇടിഞ്ഞത്. ഇതോടെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ടർ 3.8% ഇടിഞ്ഞു. കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി സെക്ടർ 3.9% ഇടിഞ്ഞു. ഇതിൽ ഏറ്റവും ടോപ്പ് ലൂസേഴ്സായി വരുന്ന സെക്ടർ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയായിരുന്നു. 4.1%-ആണ് ഇടിഞ്ഞത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ IT സെക്ടർ നമ്മൾ പ്രത്യേകം ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടത് തന്നെയാണ്. ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ ഫോർഡ് മോട്ടറിന്റെ ഷെയർ 10% ഇടിവ് നേരിട്ടു. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളിൽ അമേരിക്കൻ എയർലൈൻസ്, നോർത്തോപ്പ് ജർമ്മൻ, ഹണിവെൽ, ഹാസ്ബ്രോ എന്നിവയുടെ ഏർണിംഗ്സ് ആണ് പുറത്തു വരുന്നത്. കൂടാതെ ഇന്ന് ജോബ്ലെസ് ക്ലെയിംസ് പുറത്തു വരും. പ്രിലിമിനറി സെക്കൻഡ് ക്വാർട്ടർ GDP ഡാറ്റയും ഇന്നാണ് പുറത്തു വരുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ബാങ്കിങ് സൈഡിൽ വലിയ ഇടിവ് നേരിട്ടത് ആക്സിസ് ബാങ്ക് ആയിരുന്നു. 4.5%-നടുത്ത് ഇന്നലെ ഇടിഞ്ഞു. ICICI ബാങ്ക് 1.68%-ആണ് ഇടിഞ്ഞത്. HDFC ബാങ്ക് 1.40% ഇടിയുകയും ചെയ്തു. ടെക് സൈഡിൽ ഇൻഫോസിസ് 1% ഇടിഞ്ഞപ്പോൾ വിപ്രോ 1.51%-ആണ് ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പ് 6%-ന് മുകളിൽ ഇന്നലെ നഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് 0.25% നേട്ടത്തിലാണ് ഡൗ ജോൺസ് ഉള്ളത്. S&P 500 0.35%-ന്റെ ശക്തമായ നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് US ടെക് സ്റ്റോക്കുകളിലെ ഇടിവ് യൂറോപ്യൻ മാർക്കറ്റുകളിലും കണ്ടു. ഇന്നലെ UK മാർക്കറ്റ് FTSE 0.17% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.92% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.12%-ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ സ്റ്റോക്ക് 600 0.6% ഇടിഞ്ഞു. വലിയ ഇടിവ് നേരിട്ടത് നമ്മൾ പറഞ്ഞതുപോലെ ടെക് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. 2.5%-ആണ് ഇടിഞ്ഞത്. യൂറോപ്യൻ മാർക്കറ്റുകളിലെ എക്കണോമിക് ഡാറ്റകളിലേക്ക് വന്നാൽ ജൂണിൽ യൂറോ സോണിലെ ബിസിനസ് പ്രവർത്തനം സ്തംഭിച്ചു. എന്നാൽ ശക്തമായ ഉൽപാദനം കാരണം UK-യിൽ ബിസിനസ് പ്രവർത്തനം ജൂൺ മാസത്തിൽ ജർമ്മൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റീവിലാണ്. ഡാക്സ് 0.05% നേട്ടത്തിൽ, CAC 0.02% നേട്ടത്തിൽ, FTSE 0.05% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നലത്തെ US മാർക്കറ്റിലെ കനത്ത സെൽ ഓഫ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,224.50 എന്ന നിലയിലാണ്. 189 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 160 മുതൽ 170 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3%-ന് മുകളിൽ ഇടിവിലാണ്. കനത്ത ഇടിവിൽ തന്നെയാണ് ജപ്പാൻ മാർക്കറ്റ് ഉള്ളത്. കോസ്പി മാർക്കറ്റ് 1.85% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.47% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. സ്റ്റോക്ക് പൈലുകൾ കുറയുകയും പെട്രോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും കാനഡയിലെ കാട്ടുതീ വിതരണ തടസ്സങ്ങളുടെ അപകട സാധ്യത ഉയർന്നതുമാണ് 3 ദിവസത്തെ ഇടിവിന് ശേഷമുള്ള ഒരു ഉയർച്ചയ്ക്ക് ഓയിൽ സാക്ഷ്യം വഹിച്ചത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $81.36 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.14% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $77.28 പെർ ബാരൽ എന്ന നിലയിൽ 0.41% ഇടിവിലാണ് WTI ഉള്ളത്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.